ഉന്നം പി ശശിയാണ്. പാർട്ടിയിൽ കൂടുതൽ ശക്തനാകുന്ന, അധികാരം പൂർണ്ണമായും കൈയാളിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെപ്പോലും കവച്ചുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന പി ശശിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അങ്ങനെയെങ്കിൽ ഈ പാർട്ടി സമ്മേളന കാലയളവിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എങ്ങനെ രൂപപ്പെട്ടു? ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് PV അൻവർ എത്തുന്നു. 2 ദിവസമായി വലിയ വെളിപ്പെടുത്തലുകൾ നടക്കുന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന രീതിയിൽ ഭരണകക്ഷി MLA തന്നെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതിൻ്റെ തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകളുമായി അതാ മുഖ്യമന്ത്രിയെ PV അൻവർ കാണുന്നു. 3/4 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് അത് PV അൻവറും മുഖ്യമന്ത്രിയും മാത്രമുള്ള കൂടിക്കാഴ്ച, മറ്റാരും ആ കൂടിക്കാഴ്ചയിലില്ല. ഈ 2 പേർ ചേർന്ന കൂടിക്കാഴ്ചയിൽ പി ശശിക്കെതിരെ സ്വാതന്ത്ര്യത്തോടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രി അതിൽ എന്തെങ്കിലും കമന്റ് നടത്തിയതായുള്ള വിവരങ്ങൾ നമുക്കില്ല. പക്ഷേ അദ്ദേഹം ക്ഷമയോടെ മുഴുവൻ കേട്ട ശേഷമാണ് കൃത്യമായ സമഗ്രമായ അന്വേഷണമെന്ന ഉറപ്പ് നൽകുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനമാണ്. ഉന്നം പി ശശി തന്നെയാണ്. പാർട്ടി സമ്മേളന കാലയളവിൽ നടക്കുന്ന ഈ ആരോപണം, പാർട്ടി സമ്മേളന കാലയളവിൽ വരുന്ന ഈ ആരോപണം, അധികാര കേന്ദ്രം പി ശശിയാവുന്നതിലുള്ള പാർട്ടിക്കുള്ള എതിർപ്പ്, മന്ത്രിമാർക്കിടയിൽ തന്നെ വലിയ വിഭാഗത്തിന് വരുന്ന എതിർപ്പ്, മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ മതിലായി നിൽക്കുന്ന പി ശശിക്കെതിരെ ആരോപണം, ഒരു പരാതി എന്ന രൂപത്തിൽ, എഴുതി നൽകിയ പരാതി എന്ന രൂപത്തിൽ PV അൻവറിന്റെ പരാതി അവിടെ മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തുകയാണ്. അത് പാർട്ടിക്ക് കൊടുക്കുന്ന പരാതിയിൽ കൂടി അതാണ് പ്രധാനം. അതാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. MR അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയുമുള്ള പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകേണ്ടതില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് കൂടി പരാതി എഴുതി നൽകിയ ശേഷമാണ് അൻവർ മടങ്ങുക എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ആ പരാതി പോകുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ഏത് സമയത്ത് പരാതി പി ശശിക്കെതിരെ പാർട്ടിക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നതും പ്രധാനമാണല്ലോ. സമ്മേളന കാലയളവാണ്. ഈ സമ്മേളന കാലയളവിൽ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അതിനുള്ള കരുക്കൾ നീക്കുന്നു പി ശശി എന്നുള്ള വാർത്തകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും അവിടെ ഷംസീറിന്റെ കാലാവധി കഴിയുമ്പോൾ, 2 ടേം കഴിയുമ്പോൾ അവിടെ മത്സരിക്കാനുള്ള പദ്ധതി ഇടുന്നു പി ശശി എന്നുള്ള വാർത്തകളാണല്ലോ നമ്മുടെ മുന്നിൽ. അതിനിടയ്ക്ക് പി ശശിയുടെ വളർച്ചയ്ക്ക് തടയിടുക എന്നൊരു വലിയ തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ. ഒരു സർക്കാരിന്റെ പ്രതിച്ഛായയെ ഏറ്റവും കൂടുതൽ ബാധിക്കുക ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശമായാൽ സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാകും. ചിലപ്പോൾ അരി കിട്ടാത്ത പ്രശ്നമുണ്ടാകും, ചിലപ്പോൾ വൈദ്യുതി കിട്ടാത്ത പ്രശ്നമുണ്ടാകും, ചിലപ്പോൾ വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ടാകും. പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ആഭ്യന്തര വകുപ്പിൽ വലിയ സ്വാധീനമുണ്ട്. ആ അർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അഭിപ്രായം രൂപീകരിക്കപ്പെടുമ്പോൾ ആ അഭിപ്രായം അറിയിക്കേണ്ട ബാധ്യത പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കാണ്. നോക്കൂ, പി ശശിക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, അത് ആ പാർട്ടി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കൊക്കെ അപ്പുറം ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിൽ ആഭ്യന്തര വകുപ്പ് മോശമാകുന്നുണ്ട് എങ്കിൽ ആ വകുപ്പ് മോശമാകുന്നതിൻ്റെ സാഹചര്യത്തെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ കറക്ഷൻ വരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള ഒരാളാണ് പി ശശി. അങ്ങനെ പ്രാക്ടിക്കലായി ആഭ്യന്തര വകുപ്പിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ അയാൾ യോഗ്യനല്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ PV അൻവർ വളരെ കൃത്യമായിട്ട് പിണറായി വിജയനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സ്മൃതി പറയുന്നത് പോലെ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം നമുക്കറിയുന്നത് പോലെ പി ശശിയാണ് കണ്ണൂരിൽ ഇനി ഉയർന്നു വരാനിരിക്കുന്ന ഒരു നേതാവ്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. P ജയരാജന് പഴയ സ്വാധീനമില്ല. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലുമില്ല, ഇപ്പോഴും സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. അതേപോലെ MV ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറി മാത്രമാണ്. ഇപ്പോൾ അവിടെ കരുത്തനായ നേതാവ് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഭരണതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പദവി വഹിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പി ശശിയാണ്. പി ശശി ആ ക്ലൗട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ പുതിയ സ്ഥാനങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്തരമൊരു നീക്കം പി ശശിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ അതിന് തടയിടാനുള്ള ശ്രമവും സ്വാഭാവികമായി ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ പ്രധാനപ്പെട്ട കാര്യം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ
സമയത്താണ്, ആ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ് PV അൻവർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് അജിത് കുമാറിൽ നിന്ന് കയറി നേരെ P ശശിയെ പിടിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. അങ്ങനെ P ശശിയെ പിടിക്കുന്നു ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം. പൊതുവിൽ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആക്ഷേപങ്ങളും വിപരീത അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല PV അൻവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഒരു വിഭാഗം PV അൻവറിലൂടെ മുഖ്യമന്ത്രിയെ അല്ല പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്, മറിച്ച് P ശശിയെയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം. പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും പറയാൻ അവർക്ക് താല്പര്യമില്ല. അദ്ദേഹം തുടർ വിജയമുണ്ടാക്കിയ ആളാണ്, അദ്ദേഹം ഈ പാർട്ടിയുടെ കരുത്തനായ നേതാവാണ്, അദ്ദേഹം പല കാര്യങ്ങളും അറിയാതിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഈ പല കാര്യങ്ങളും അറിയാതെ അന്ധനാക്കി നിർത്തിക്കൊണ്ടൊരു വിഭാഗം ഈ പറയുന്ന പോലീസ് ഫോഴ്സിനെ കൈയടക്കുന്നു. ആ പോലീസ് ഫോഴ്സിനെ കൈയടക്കുന്നത് അജിത് കുമാറിലൂടെ P ശശിയാണ്. അങ്ങനെയാണെങ്കിൽ P ശശിയാണ് പ്രാക്ടിക്കലായി ഈ പറഞ്ഞ കുഴപ്പങ്ങളുടെ എല്ലാം ഉത്തരവാദി. അതുകൊണ്ട് P ശശി അവിടെ നിന്നും മാറേണ്ടതുണ്ട് എന്നൊരാലോചന ഏതൊക്കെയോ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് P ശശിയെ മാറ്റിയാൽ പിന്നെ ഈ പറയുന്ന CPM-നകത്ത് ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു വരാൻ P ശശിക്ക് എളുപ്പമല്ല. ഇപ്പോൾ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു സ്വാധീനമുണ്ടാക്കി വളർന്നു വരിക, കയറി വരിക, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരിക. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരിയിൽ ഈ 2 വട്ടം കഴിഞ്ഞിരിക്കുന്നു ഷംസീർ. തലശ്ശേരി എന്ന് പറയുന്നത് അവിടെ തോൽപ്പിക്കാനേ കഴിയില്ല CPM-നെ. അപ്പോൾ അത്തരം സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരിക, ഇത്തരം പദ്ധതികളൊക്കെ ശശിക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ശശിയെ സംബന്ധിച്ച ദീർഘമായ ചർച്ചയാണ് ഈ 45 മിനിറ്റിനുള്ളിൽ PV അൻവറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായി നടന്നത് എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് റിപ്പോർട്ടർ ആധികാരികതയോടെ പുറത്തുവിടുന്നത്. ഏതാണ്ട് 25 മിനിറ്റോളം, 45 മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയിൽ 25 മിനിറ്റോളം P ശശിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഇറസ്പോൺസിബിലിറ്റി, പ്രായോഗികമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലായ്മ, ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് PV അൻവർ സംസാരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആധികാരികമായി തന്നെ നമ്മൾ അറിയുന്നത് ആ വിഷയമാണ്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. നമുക്ക് പിണറായി വിജയനെ അറിയാമല്ലോ. P ശശിയെക്കുറിച്ചെന്നല്ല, ഈ പാർട്ടിയിലെ ഏത് പ്രമുഖനെ കുറിച്ച് മാത്രമല്ല, ഒരു സാധാരണ പ്രവർത്തകനെ കുറിച്ച് പിണറായി വിജയനോട് പോയി പറഞ്ഞാലും അടിയന്തരമായി പ്രതികരിക്കുന്നൊരു സ്വഭാവമുള്ള ആളല്ല പിണറായി വിജയൻ. അങ്ങനെ പിണറായി വിജയൻ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ പാർട്ടി പ്രവർത്തകനും പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള അങ്ങനെ ഒരു നേതാവാണ്. അങ്ങനെയാണ് വിഭാഗീയതയൊക്കെ മറികടന്ന് പിണറായി ഏറ്റവും കരുത്തനായ നേതാവായി CPM-ൽ ഉയർന്നത്. നിശ്ചയമായും ഓരോ അണിയുടെയും പിൻബലത്തിലാണ്. ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള പാർട്ടി പ്രവർത്തകൻ വിളിച്ചാലും മൊബൈൽ ഫോൺ എടുക്കുന്ന ആളായിരുന്നു പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി. അപ്പോൾ അങ്ങനെ പാർട്ടി പ്രവർത്തകരോട് അത്തരം ഇഴയടുപ്പമുള്ള പിണറായി വിജയന് എതിരായൊരു വികാരം പാർട്ടിക്കകത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ ചലിപ്പിക്കുന്ന P ശശിക്കെതിരായിട്ടൊരു വിഭാഗം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അതിന് പറ്റുന്നൊരു സാഹചര്യം P ശശി അറിഞ്ഞോ അറിയാതെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് അജിത് കുമാറുമായിട്ടുള്ള P ശശിയുടെ ബന്ധമാണ്. ഇവരൊരുമിച്ച് നിന്നുകൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ അറിയുന്നത് CM-ൻ്റെ ഓഫീസിൽ P ശശി ഒരു പക്ഷത്തും ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള മറ്റുദ്യോഗസ്ഥരെല്ലാം ഒരു വശത്തുമായി നിൽക്കുന്നു. അങ്ങനെ ഏതാണ്ട് CM ഓഫീസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം പോലീസിന് മേലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് P ശശി കൈക്കലാക്കിയിരിക്കുന്നു എന്നൊരു ആക്ഷേപം പോലുമുണ്ട്. ആ അർത്ഥത്തിലൊക്കെ P ശശിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുതന്നെയാണോ PV അൻവറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്, അഥവാ PV അൻവർ ഈ കാര്യത്തിൽ ഒരു ടൂളാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായും അതാണ് അറിയേണ്ടത്. കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഈ കടന്നുപോയ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ, അതിൻ്റെ ഒരു ഓർഡർ പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.